അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ പതിപ്പ് നേർപ്പദം വാരികയുടെ, അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും ഇവിടെ പ്രകാശനം ചെയ്യാനുണ്ട്. മനുഷ്യനെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യരുടെ ഹൃദയത്തിന് ബാധിക്കുന്ന രണ്ട് രോഗങ്ങൾ, അതിന് അറബിയിൽ ഒന്ന് മറളു ഷഹ്വ, മറ്റൊന്ന് മറളു ശുബ്ഹ എന്ന് പറയും. ഷഹ്വ, ആ രോഗം എന്ന് പറഞ്ഞാൽ രണ്ടും മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. ഷഹ്വത്തിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാൻ വേണ്ടി മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും, അതനുസരിച്ച് ചിലത് ചെയ്തു പോകും. അതുപോലെ ചെവികൾ കൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ നമ്മുടെ മനസ്സ് പറയും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യണം. അങ്ങനെ കുറേ വിലക്കുള്ള തിന്മകൾ ചെയ്ത് അങ്ങനെ പോയാൽ അത് അവൻ്റെ നാശത്തിലാണെത്തുക. ഇനി അതിലും വലിയ അപകടമാണ് ശുബ്ഹത്തിൻ്റെ രോഗം എന്ന് പറയുന്നത്. അതൊരു സംശയ രോഗമാണ്. അത് കൂടിക്കൂടി അവസാനം ഇസ്ലാമിൻ്റെ പ്രവാചകനെതിരെ സംസാരിക്കുക, അതുപോലെ ഇസ്ലാമിൻ്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനെതിരെ സംസാരിക്കുക, പ്രവാചകൻ്റെ അനുചരന്മാർക്കെതിരെ സംസാരിക്കുക, എന്തിനേറെ അള്ളാഹുവിനെതിരെ തന്നെ സംസാരിക്കുക. ഇങ്ങനെയുള്ള രോഗം വന്നു കഴിഞ്ഞാൽ അത് അവരുടെ നാശത്തിൻ്റെ വഴിയിലാണ് എന്നതിലൊരു സംശയമില്ല. അപ്പോൾ അത് മാറണമെങ്കിൽ അതിനുള്ള വഴി പഠനം തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിശക്തമായി എതിർത്തിരുന്നവർ റസൂൽ തിരുമേനിയെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ സ്വന്തം ശരീരത്തേക്കാൾ ആ റസൂൽ തിരുമേനിയെ സ്നേഹിച്ചത് നമുക്ക് കാണാൻ കഴിയും. സഫ്വാൻ ബിൻ ഉമയ്യ എന്ന മനുഷ്യൻ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി നിലകൊണ്ടിരുന്ന കാലഘട്ടം. പിന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ മുഹമ്മദ് നബി ആയിരുന്നുവെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അദ്ദേഹമായി. ഇതൊരു സഫ്വാൻ്റെ ചരിത്രം മാത്രമല്ല, സഹാബികളുടെ ജീവിതമൊക്കെ എടുത്തു നോക്കിയ പലരും, മക്കയിൽ നിന്ന് നബി തിരുമേനി ആട്ടിയോടിച്ചവരൊക്കെ പിൽക്കാലത്ത് ആ പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് റസൂൽ തിരുമേനി എതിർക്കുന്നത്, വിശുദ്ധ ഖുർആൻ എതിർക്കുന്നത്, സഹാബികൾ എതിർക്കുന്നത്? അത് വിവരമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് പഠിക്കണം, അടുത്തറിയണം. അങ്ങനെ ഇസ്ലാമിനെപ്പറ്റി അറിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ സമയന വാഴ്ത്തായന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഒന്നും ചോദ്യം ചെയ്യാത്തൊരവസ്ഥയിലേക്ക് അവരെത്തും. അങ്ങനെ എത്തേണ്ടതാണ്. അല്ലെങ്കിൽ അവരുടെ പ്രത്യേകിച്ചും പരലോകം വലിയ അപകടത്തിലായിരിക്കും എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്തനകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.